നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ ചിത്രമായ പ്രജയിൽ ചന്ദനമണി സന്ധ്യകളിൽ എന്ന ഗാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സുന്ദരിയെ ഓർക്കുന്നുണ്ടോ? മോഹൻലാലിനൊപ്പം അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ പേരായിരുന്നു റവാലി. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെയായി തിരക്കേറിയ താരമായിരുന്നു അവർ. ഇപ്പോൾ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് ഏകദേശം 25 വർഷമായി. വിചിത്രമായ ഒരു കാരണത്തിന്റെ പേരിലാണ് നടി റവാലി ഇന്ന് അറിയപ്പെടുന്നത്. ഒതുങ്ങിയ ശരീരവും കാഴ്ചയിൽ ഭംഗിയുള്ള മുഖവും കൊണ്ട് ഓമനത്തം തോന്നിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവർ. ഇന്ന് റവാലിയെ കണ്ടാൽ അടുത്ത പരിചയക്കാർ പോലും ഒരു പക്ഷേ തിരിച്ചറിഞ്ഞെന്നു വരില്ല. അത്ര വലിയ മാറ്റമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. പഴയ രൂപവുമായി നേരിയ സാമ്യം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം അവർ മാറിപ്പോയിരിക്കുന്നു. 1990കളിൽ ജഡ്ജ്മെന്റ് എന്ന മലയാള സിനിമയിലൂടെയാണ് അവർ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് റാഫി മെർക്കാട്ടിൻ ആദ്യമായി തിരക്കഥ എഴുതി KT കുഞ്ഞുമോൻ നിർമ്മിച്ച് ചക്കരയുമ്മ സാജൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസിൽ ജഗദീഷിന്റെ നായികയായി. പിന്നീട് ദേവരാഗം, പ്രജ, ഫോർട്ട് കൊച്ചി എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ഫൈറ്റ് സീനുകളിൽ അവർ പ്രകടിപ്പിച്ച മികവ് അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തമിഴിലും കന്നഡയിലും ഹിന്ദിയിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചെങ്കിലും റവാലിയുടെ സിനിമകളിൽ സിംഹഭാഗവും തെലുങ്കിലായിരുന്നു. നിരവധി തെലുങ്കു സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവർ അഭിനയിച്ചു. തെലുങ്കു സിനിമകളിൽ സജീവമായിരുന്ന റവാലിക്ക് തമിഴിലും അവസരം ലഭിച്ചു. മുൻനിര നായികമാരുടെ സിനിമകളിൽ തന്നെ നായികയുമായി. നാഗലിംഗം എന്ന പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് നിർമ്മാതാക്കൾ പണം തരാതെ കബളിപ്പിച്ചു എന്നാരോപിച്ച് റവാലി നടപടികൾ സ്വീകരിച്ചു. താരതമ്യേന ജൂനിയറായ ഒരു നടി തങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയത് നിർമ്മാതാക്കൾക്ക് സഹിച്ചില്ല. നടികൾ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന പ്രമുഖ നടൻ വിജയകാന്തിനെ അവർ സമീപിച്ചു. അദ്ദേഹം ഇരുവരെയും ഒന്നിച്ചിരുത്തി ഒത്തുതീർപ്പുണ്ടാക്കി. കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടെങ്കിലും അതോടെ റവാലി നിർമ്മാതാക്കളുടെ കണ്ണിലെ കരടായി മാറി. തമിഴ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പ്രമുഖർ റവാലിക്കെതിരെ രഹസ്യമായി കരുക്കൾ നീക്കി. ആ സമയത്ത് അവർ അബ്ബാസിനൊപ്പം നിനീത്തലെ, പാർത്ഥിബനൊപ്പം കാങ്കേയൻ കാലൈ എന്നീ പടങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളുടെ നിർമ്മാണം പൊടുന്നനെ നിർത്തിവെക്കപ്പെട്ടു. അതിന്റെ കാരണം അതത് നിർമ്മാതാക്കൾ തുറന്നു പറഞ്ഞെങ്കിലും എല്ലാം റവാലിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. കരിയറിലെ പടിയിറക്കങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായ ഘട്ടത്തിൽ അവർ ഹൈദരാബാദിലെ കൊണ്ടാപ്പൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ നീലികൃഷ്ണ എന്നയാളെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. സിനിമകളിൽ നിന്ന് താൻ വിരമിക്കുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ബന്ധത്തിൽ 2 പെൺകുട്ടികളും ജനിച്ചു. ഇടക്കാലത്ത് അവർ ചില തെലുങ്കു പടങ്ങളിൽ വീണ്ടും അഭിനയിച്ചെങ്കിലും 2011 ശേഷം റവാലിയെ അധികമാരും കണ്ടിട്ടില്ല. ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമുണ്ടായ അനിയന്ത്രിതമായ വണ്ണം അവരുടെ ആക്ടിംഗ് കരിയറിനെ തന്നെ വല്ലാതെ ബാധിച്ചു. ശരീരഭാരം നിയന്ത്രണത്തിലാക്കിയ ശേഷം വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരുമെന്ന് റവാലിയുടെ അമ്മ അടുത്തിടെ ഒരു ചാനൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. സമീപകാലത്ത് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ റവാലി പഴയ സഹപ്രവർത്തകയായ നടി റോജയ്ക്കൊപ്പം തിരുപ്പതിയിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. തിരുപ്പതിയിലൂടെ റോജയ്ക്കൊപ്പം നടന്നുവരുന്ന റവാലിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഏതാണ് ഈ നടി, എവിടെയോ പാത്ത് മാതിരി ഇറുക്കെ എന്നാണ് നിരവധി തമിഴർ കമന്റ് ചെയ്തത്. പിന്നാലെ ചില മലയാളികളും അത് ഏറ്റുപിടിച്ചു. വിജയകാന്ത് സിനിമയായ തിരുമുഖനിലെ സെങ്കുരുവി സെങ്കുരുവി എന്ന ഗാനരംഗമാണ് റവാലിയെ വ്യാപകമായ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത്. ചില പ്രേക്ഷകർ അത് കൃത്യമായി ഓർത്തെടുത്ത് അവരെ തിരിച്ചറിയുന്നുമുണ്ട്. റവാലി ഇനി അഭിനയിക്കുമോ ഇല്ലയോ എന്നതിലുപരി സിനിമകളിൽ അഭിനയിക്കുന്ന കാലത്ത് വളരെ സ്ലിമ്മായും സുന്ദരിയായും ഇരുന്ന റവാലിയുടെ രൂപത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് ചർച്ചകളുടെ ഉള്ളടക്കം.